ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസവും കരുത്തും പകർന്ന് കണ്ണൂർ നോർത്ത് BRCയുടെ ഭിന്നശേഷി വാരാഘോഷം. കുട്ടികളുടെ പേശി ചലന വികാസവും വ്യക്തിത്വ വികാസവും ലക്ഷ്യമിട്ടാണ് ശില്പശാല നടന്നത്. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ നേതൃപാടവം വർദ്ധിപ്പിച്ച് സുസ്ഥിര വികസന ഭാവിക്കായി അവരെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കണ്ണൂർ നോർത്ത് BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി വാരാചരണം നടന്നത്. കുട്ടികളുടെ വിവിധ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവൃത്തി പരിചയ ശില്പശാല, നാടൻ കളികൾ, ശിശു സൗഹൃദ ഗെയിമുകൾ, സംഗീത ശില്പശാല എന്നിവ വാരാചരണത്തിന്റെ ഭാഗമായി നടന്നു. കുട്ടികളുടെ പേശിചലന വികാസത്തിനും വ്യക്തിവികാസത്തിനും സഹായകമാകുന്ന രീതിയിലാണ് ശില്പശാല സംഘടിപ്പിച്ചതെന്ന് വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ KC സുധീർ പറഞ്ഞു. ഈ വർഷത്തെ ഭിന്നശേഷി ദിനാചരണത്തിന്റെ അവരതിന് ലക്ഷ്യം വെക്കുന്നത് കുട്ടികളുടെ വ്യക്തിത്വ വികസിപ്പിക്കുക എന്നുള്ളതാണ്. വ്യക്തിത്വ വികാസത്തിലൂടെ അവരെ ഏറ്റവും നല്ല ആളുകളാക്കി നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യരാക്കി മാറ്റിയെടുക്കുക എന്നതാണ് ഈ വർഷത്തെ ഭിന്നശേഷി വാരാചരണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി നമ്മൾ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോ കുട്ടിയിലും ഉള്ള കഴിവുകൾ ആ കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ആ കഴിവുകൾ എന്താണ് എന്ന് കണ്ടെത്തി വളർത്താൻ പറ്റുന്ന രീതിയിൽ ഈ രീതിയിലുള്ള ഒരു ക്യാമ്പ്, ഒരു ശില്പശാല ഇന്ന് ഞങ്ങൾ സംഘടിപ്പിച്ചത്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പങ്കെടുപ്പിക്കണമെന്ന രീതിയിലാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഏതായാലും 4 മുതൽ ഉള്ള കുട്ടികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. കിടപ്പിലായ കുട്ടികൾ ഉൾപ്പെടെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ഉന്നമനം ലക്ഷ്യമാക്കി സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് പരിപാടികൾ ആവിഷ്കരിച്ചത്. ടെറാക്കോട്ട ആഭരണ നിർമ്മാണം, കൊളാഷ് നിർമ്മാണം, കടലാസ് രൂപങ്ങളുടെ നിർമ്മാണം എന്നിവയാണ് പ്രവൃത്തി പരിചയ ശില്പശാലയിൽ ഉൾപ്പെടുത്തിയത്. ഭിന്നശേഷി വിദ്യാർത്ഥികൾ മാത്രം ഉൾപ്പെടുന്ന രാഗലയം സംഗീത ട്രൂപ്പിന്റെ നേതൃത്വത്തിൽ സംഗീത ശില്പശാലയും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരിയാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. കണ്ണൂർ നോർത്ത് BRC ട്രെയിനർ M. ഉനൈസ്, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ KC സുധീർ, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ KV ദീപേഷ് എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.